തെളിമയുടെ നാദം, ഒരുമയുടെ ശബ്ദം, തനിമയുടെ രാഗം, കനവിലൊരു നാളം. പ്രകാശനായ പ്രകാശിക മലങ്കരദർശൻ. സംഗീതം ദൈവികമാണ്, ദൈവത്തിൻ്റെ ഭാഷയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് അത് ഏറ്റവും പ്രിയപ്പെട്ടതുമാണ്. ഭൂമിയിലും സ്വർഗത്തിലും ഒരേപോലെ ഇടം ഉണ്ട് എന്ന് നാം കരുതുന്ന ഏക കലാരൂപവും സംഗീതമാണ്. അതുകൊണ്ട് തന്നെ അത് ദിവ്യമാണ്. ഈ വർഷത്തെ ലോക സംഗീത ദിനത്തിൽ മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ സംഗീത വിഭാഗമായ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സേക്രഡ് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് അണിയിച്ചൊരുക്കുന്ന സംഗീതവും ഞാനും എന്ന സംഗീത സന്ധ്യയിൽ ആശംസകൾ അറിയിക്കുന്നതിനായി ഇന്ന് നമ്മോടൊപ്പം കടന്നു വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയുടെ ബഹുമാനിയായ കളക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS അവറുകളാണ്. ചുരുങ്ങിയ നാളുകൾ കൊണ്ടുതന്നെ നമ്മുടെ ഏവരുടെയും മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ മഹത് വ്യക്തിത്വം. മുഖത്ത് സദാ വിളങ്ങുന്ന മനോഹരമായ പുഞ്ചിരിയിലൂടെ വിവിധങ്ങളായ കർമ്മ പദ്ധതികളിൽ ഏർപ്പെടുമ്പോഴും വീണ് കിട്ടുന്ന ഓരോ അവസരങ്ങളിലും വ്യത്യസ്തങ്ങളായ കലാരൂപങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ നാം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഗീത ദിനത്തിൽ നമുക്ക് ഏറ്റവും യോജിച്ച ഒരു അതിഥിയെ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും സന്തോഷത്തോടെ അതിലേറെ ആദരവോടെ ബഹുമാനിയായ ദിവ്യ എസ് അയ്യർ IAS അവറുകളെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി. വളരെ തിരക്കുകൾക്ക് മധ്യത്തിലാണ് മാഡം ഇരിക്കുന്നത്. എന്നാലും നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് വന്നതിലുള്ള സന്തോഷവും ഈ സമയം അറിയിക്കുന്നു. ആദ്യമേ തന്നെ സംഗീതത്തോടുള്ള ഒരു സ്നേഹം കൊണ്ട് മാത്രമാണല്ലോ മാഡം ഇപ്പോൾ ഞങ്ങളുടെ ഒപ്പം ആയിരിക്കുന്നത്. ചെറുപ്പകാലം മുതൽ തന്നെ സംഗീതത്തോടുള്ള ഇഷ്ടം വളരെയധികമായിരുന്നുവെന്ന് പുസ്തകങ്ങളിലൂടെ വായിച്ചറിഞ്ഞിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ പാത്രങ്ങളിൽ പല അളവിൽ നിറച്ചിരുന്ന വെള്ളം, അതിലോരോന്നിലും തട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ വ്യത്യാസങ്ങൾ ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ മേഡത്തിനെ ആകർഷിച്ചു എന്നത് വളരെയധികം അത്ഭുതത്തോടെയാണ് ഞാൻ വായിച്ചത്. എങ്ങനെയാണ് ചെറുപ്പത്തിൽ തന്നെ സംഗീതത്തിനോട് ആകൃഷ്ടയായത്? ചെറുപ്പകാലത്തിൽ എനിക്ക് തോന്നുന്നു സംഗീതം എന്നത് നാം അറിയാതെ തന്നെ ജീവിതത്തിൽ ഒരു നിറസാന്നിധ്യമായിരുന്ന ഒരു ഘടകമായിരുന്നു എന്നാണ്. വീട്ടിൽ സംഗീതവും പ്രാർത്ഥനയും എല്ലാം ഇഴുകിച്ചേർന്ന ഒരു അന്തരീക്ഷത്തിലായിരുന്നു വളർന്നത്. അപ്പോൾ അമ്മയ്ക്ക് സംഗീതം വളരെയധികം ഇഷ്ടമാണ്, പാടുകയും ചെയ്യും. പക്ഷേ ചെറുപ്പകാലത്തിൽ അങ്ങനെ സംഗീതം അധികം പഠിക്കുവാനോ അല്ലെങ്കിൽ അതിനായിട്ടുള്ള വേദികളോ ഒക്കെ ആ കാലഘട്ടത്തിൽ വളരെ കുറവായിട്ടേ ലഭിച്ചിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളെ സംഗീതം പഠിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിൽ അമ്മയ്ക്കും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അച്ഛനും സംഗീത ആസ്വാദകനാണ്, ചേച്ചിയും ചേച്ചിയും മൃദംഗം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഞങ്ങൾ 4 പേരടങ്ങുന്ന ആ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സംഗീതവുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു. ഒരു പക്ഷെ ഞാൻ എന്നെ തന്നെ കണക്കാക്കുന്നത്, ഇപ്പോൾ സ്കൂളിൽ പോയി, അന്നൊക്കെ നമുക്ക് പ്ലേ സ്കൂൾ എന്നുള്ള ഒരു സംവിധാനം ഇത്രയധികം വിപുലമായിട്ടും ഇല്ലല്ലോ. അപ്പോൾ സ്കൂളിൽ പോയി നമ്മൾ കിൻഡർഗാർട്ടനിൽ പോകുന്നതിന് മുൻപ് തന്നെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഒരു ഒരു അമ്മ ഉണ്ടായിരുന്നു, രാജം എന്ന് പറഞ്ഞിട്ടൊരു അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ അടുത്ത് പോയി സംഗീതം പഠിപ്പിക്കാനായിട്ട് വെറുതെ ഒന്ന് പഠിക്കട്ടെ എന്നുള്ള രീതിയിലൊന്ന് വിടുമായിരുന്നു. തൊട്ടപ്പുറത്തെ വീട്ടിലായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ അക്ഷരമാല എന്താ പറയുക, ആ ഈ അല്ലെങ്കിൽ ABCD എന്നുള്ളത് പഠിച്ചു തുടങ്ങിയതിന് മുൻപ് സരിഗമ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവുമോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അവരുടെ വീട്ടിൽ വെറുതെ കളിക്കാൻ പോകുമ്പോഴും ടീച്ചർ അമ്മമ്മ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത് കേൾക്കുകയും അവിടെ ഇരുന്ന് പാടാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എനിക്കതിൻ്റെ വളരെ അത്ര വ്യക്തമായിട്ടുള്ള ഓർമ്മകളില്ല. പക്ഷെ തീർച്ചയായിട്ടും ആ വീട്ടിൽ പോകുന്നതും അവിടെ സംഗീതത്തിൻ്റെ ഒരു ബാലപാഠങ്ങൾ പഠിക്കുന്നതുമായിട്ടുള്ള ഓർമ്മകളുണ്ട്. അതിനുശേഷം സ്കൂൾ കോളേജ് കാലയളവിൽ സ്കൂളിൽ പ്രത്യേകിച്ചും ഞാൻ വായിക്കുകയുണ്ടായി, ക്ലാസ് ലീഡറായിരുന്ന സമയത്ത് കുട്ടികളുടെ ശ്രദ്ധ, അതായത് അവരെ ഒന്ന് സൈലന്റ് ആക്കുവാനായിട്ട് ക്ലാസ് ലീഡർ പ്രയോഗിച്ചിരുന്ന ഒരു തന്ത്രമായി അവർക്ക് പാട്ടുകൾ പാടിക്കൊടുക്കുമായിരുന്നു എന്ന്. ആ ഒരു കാലയളവ്, അല്ലെങ്കിൽ അതിനുശേഷം കോളേജ് MBBS പഠനകാലം, അതിനുശേഷമുള്ള IAS ട്രെയിനിങ്, ആ ഒരു കാലയളവിലും സംഗീതം കൂടെ ഉണ്ടായിരുന്നോ? അതെ, ഇന്ന് വരെ സംഗീതം തീർച്ചയായിട്ടും ആ നിറസാന്നിധ്യം എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ച ആ ഒരു അളവിൽ തന്നെ കൂടെയുണ്ട്. അത് പല രൂപങ്ങളിലും പല ഭാവങ്ങളിലും രൂപാന്തരപ്പെട്ടിട്ടുമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പഠനേതര വിഷയങ്ങൾ ധാരാളം നമുക്ക് പ്രോത്സാഹനം നൽകിയിട്ടുണ്ടായിരുന്ന ഒരു സ്കൂളായിരുന്നു. ഹോളി ഏഞ്ചൽസിലായിരുന്നു ഞാൻ പഠിച്ചത്, തിരുവനന്തപുരത്ത്.
അപ്പോൾ ധാരാളം ഇത്തരം പ്രവൃത്തികളിൽ, സർഗാത്മകമായിട്ടുള്ള ധാരാളം പ്രവൃത്തികളിൽ നമുക്ക് പ്രോത്സാഹനം നൽകുകയും പരിശീലനം നൽകുകയൊക്കെ ചെയ്തിരുന്ന ഒരു വിദ്യാലയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സംഗീതവും അനുബന്ധ കലകളിലുമൊക്കെ ഒരു താല്പര്യം അധ്യാപകരിൽ നിന്നും പ്രചോദനം ലഭിച്ചിട്ടുണ്ടായിരുന്നു, പരിശീലനം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു താല്പര്യം ആ സമയത്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ എല്ലാവരും ചെയ്യുന്നത് പോലെ സംഘഗാനങ്ങളായാലും, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിലുള്ള ആദ്യത്തെ ഒരു സംഗീത പ്രകടനം അല്ലെങ്കിൽ പെർഫോമൻസ് എന്ന് പറയുന്നത് UKG-യിലായിരുന്ന സമയത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഓരോ തവണ എന്താ പറയുക, സ്റ്റുഡിയോയിലേക്ക് കയറി വരുമ്പോൾ ഇപ്പോഴും എൻ്റെ ഓർമ്മ ആ ഒരു ദിവസത്തിലേക്ക് പോകാറുണ്ട്. കാരണം ആദ്യത്തെ ഒരു അനുഭൂതിയാണല്ലോ സ്റ്റുഡിയോയുടെ. അന്ന് ദൂരദർശൻ മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ ഉച്ചയ്ക്കുള്ള കളിസമയമാണ്. ആ കളിസമയത്തിൽ ഇങ്ങനെ ചിറക്കിൽ നിന്ന് താഴേക്ക് ഓടിയെത്തി എന്നെ പെട്ടെന്ന് സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് അടുത്തുള്ള ഒരു ചെറിയ മുറിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടെ സിസ്റ്ററും 2 ടീച്ചർമാരുണ്ട്. കുറേ കുട്ടികളിങ്ങനെ വന്നു പോവുകയാണ് ആ മുറിയിലേക്ക്. അപ്പോൾ എന്നെ അവിടെ കൊണ്ടിരുത്തിയിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങളൊരു 2 വാക്ക് പറയാം, അത് അതുപോലെ തിരിച്ചൊന്ന് ഉച്ചരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് എഴുതിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പുസ്തകത്തിൽ. അപ്പം തളിരുകൾ എന്നുള്ളതായിരുന്നു എന്നോട് പറയാൻ പറഞ്ഞ വാക്ക്. അപ്പം നമുക്ക് കളിക്കാനുള്ള ഒരു ത്വരയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു വ്യഗ്രതയിൽ നിൽക്കുകയാണ്. എന്തിനാണിത് പറയിപ്പിക്കുന്നതെന്നൊന്നും അറിയില്ല ആ സമയത്ത്. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തളിരുകൾ എന്ന് പറയുന്നു. അപ്പോൾ ഒന്നുകൂടെ പറയാൻ പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞു തളിരുകൾ. എന്നാൽ പൊക്കോ തിരിച്ചു പോയി കളിച്ചോളൂ എന്ന് പറയുന്നു. അത്രേ എനിക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടില്ല അപ്പോഴും. തിരിച്ച് അന്ന് വൈകുന്നേരം വീട്ടിൽ പോയപ്പോൾ സ്കൂൾ ഡയറിയിൽ അമ്മയ്ക്കായിട്ട് എന്തോ ഒരു നോട്ട് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ എന്നോട് ചോദിച്ചു, ഇന്ന് എന്തെങ്കിലും ഓഡിഷൻ ഉണ്ടായിരുന്നു? നമുക്ക് ഓഡിഷൻ എന്ന് വെച്ചാൽ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. എന്ന് വെച്ചാൽ എന്താ, അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ അത് ആ ദൂരദർശനിൽ ആ വർഷം എനിക്ക് തോന്നുന്നു സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചിട്ടായിരുന്നു നമ്മുടെ സ്കൂളിന് ഇങ്ങനെ ഒരു സ്ലോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പരിപാടികൾ അവതരിപ്പിക്കാനായിട്ട്. അപ്പോൾ കുഞ്ഞു കുട്ടികളുടെ പരിപാടികളായിരുന്നു. ആ പരിപാടിയുടെ പേര് തളിരുകൾ എന്നായിരുന്നു. അപ്പോൾ അവർ ദൂരദർശനിൽ നിന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടികൾ തന്നെ ആരെങ്കിലും അവതാരികയായിട്ട് വന്നാൽ നല്ലതായിരുന്നു, ആരെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരുണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഈ പറഞ്ഞ ഒരു മിനി ഓഡിഷൻ ആയിരുന്നു. ഓഡിഷൻ എന്നൊന്നും പറയാൻ ഒക്കില്ല, പക്ഷെ പരിപാടിയുടെ പേരെങ്കിലും വൃത്തിയായിട്ട് ഉച്ചരിക്കാൻ അറിയണമല്ലോ അവതാരികയ്ക്ക്. അങ്ങനെ കൊണ്ടുപോയതായിരുന്നു. അങ്ങനെ ആ പരിപാടിക്ക് അവതാരിക ഞാനായിരുന്നു ദൂരദർശനിൽ അന്ന് തളിരുകൾ എന്നുള്ള പരിപാടിക്ക്. അപ്പം അന്ന് അത് ഈ പറയുന്ന പോലെ അവതരിപ്പിക്കുക എന്നുള്ളതിനോടൊപ്പം ഒരു ആക്ഷൻ സോങ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ലൈറ്റുകളൊക്കെ മുന്നിലിങ്ങനെ മിന്നിത്തെളിഞ്ഞ് നിൽക്കുകയും ക്യാമറകൾ മുന്നിൽ നിൽക്കുകയും ആദ്യമായിട്ട് എന്താ പറയുക സ്റ്റുഡിയോയിൽ പോയിട്ട് മേക്കപ്പ് എന്നുള്ള ഒരു സംഭവം എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പോൾ അതൊക്കെയുള്ള ഒരു വളരെ കൗതുകം ജനിപ്പിക്കുന്ന ഒരു അനുഭവമായിരുന്നു. അപ്പോൾ അന്നത്തെ ആക്ഷൻ സോങ് ആണ് എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ആദ്യത്തെ ഒരു മ്യൂസിക്കൽ പെർഫോമൻസ് എന്ന് പറയുന്നത്. ഞങ്ങൾ കുറേ അധികം കുട്ടികളുണ്ടായിരുന്നു, 10-12 കുട്ടികളെങ്കിലും ഉണ്ടായിരുന്നു കാണുമെന്ന്. അപ്പം അന്നിങ്ങനെ ഒരു റോസ് ഫ്രോക്കൊക്കെ ഇട്ട് നിന്ന് ഈ പാട്ട് പാടുന്നത് ഓർമ്മയുണ്ട്. അപ്പം അത് മുതൽ ആരംഭിച്ചതാണ്. എനിക്ക് തോന്നുന്നു വളരെ ചെറിയ പ്രായത്തിൽ ഇത്തരം അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒരു കൗതുകം ജനിപ്പിക്കുന്നു, ഒരു ഉല്ലാസം നിറയ്ക്കുന്നു എന്നുള്ളത് ഭാവിയിലേക്ക് അത് തീർച്ചയായിട്ടും ഒരുപാട് ഇത്തരം വാതായനങ്ങൾ തുറക്കപ്പെടുകയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ആ ഒരു സഭാകമ്പം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു കലാരൂപം അവതരിപ്പിക്കുക എന്നുള്ളതിലായിട്ടുള്ള നമുക്കൊരു വിമുഖത ഒക്കെ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ മാറി തുടങ്ങിയിരുന്നു എന്ന് തോന്നുന്നു. പിന്നീട് കോളേജ് കാലയളവിലും അതുപോലെ. അതെ, അതിനുശേഷം സ്കൂളിൽ ഒരുവിധം എല്ലാ വർഷവും ഏതെങ്കിലും ഒരു സംഗീത ഇനത്തിൽ പങ്കെടുക്കുമായിരുന്നു. ഒന്നുകിൽ പരിപാടികളിൽ അല്ലെങ്കിൽ മത്സരങ്ങളിൽ. അതായത് എന്താ പറയുക, ഇപ്പം നാഷണൽ ആന്തം മുതൽ ഉള്ള നമുക്ക് യുവജനോത്സവത്തിൽ നാഷണൽ ആന്തം വരെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം അതുമുതൽ സംഘഗാനങ്ങൾ മുതൽ തിരുവാതിരയ്ക്കുള്ള കൈകൊട്ടിക്കളിക്കുള്ള പാട്ടുകൾ, ഒപ്പനയ്ക്കുള്ള പാട്ടുകൾ, മാർഗം കളിക്കുള്ള പാട്ടുകൾ, കഥകളിക്കുള്ള പാട്ടുകൾ, കവിതാപാരായണം, പിന്നെ അപ്പം അങ്ങനെ സംഗീതത്തിൻ്റെ നാനാവശങ്ങൾ ആ ഒരു സ്കൂൾ കാലയളവിൽ തന്നെ നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് സോളോ ആയിട്ട് പാടുന്നത് ലളിതഗാനവും ശാസ്ത്രീയ സംഗീതവും ആ സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതും പാടുമായിരുന്നു. ആ സമയത്ത് അല്ലാതെ ശാസ്ത്രീയ സംഗീതം പഠിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ പഠിച്ചിരുന്നു. അതെ, സ്ഥിരമായി പഠിച്ചിരുന്നു. ആദ്യം ട്രിവാൻഡ്രം സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഗായത്രി ദീപ എന്ന് പറയുന്ന അവരുടെ അടുത്തായിരുന്നു ആദ്യം പഠിച്ചിരുന്നത്. പിന്നീട് പാൽക്കുളങ്ങര സരസ്വതി അമ്മ എന്ന് പറഞ്ഞ ടീച്ചറിൻ്റെ KC കേശവപിള്ളയുടെ കൊച്ചുമോളാണ്. അപ്പോൾ ടീച്ചറിൻ്റെ അടുത്തായിരുന്നു പിന്നീട് പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ പഠിക്കുമ്പോൾ അവരുടെ ഇപ്പോൾ ആ ഒരു മ്യൂസിക് സ്കൂളിൻ്റെ ഭാഗമായിട്ട് അവരുടെ പരിപാടികൾ ആ സംഘത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. 9ാം ക്ലാസ്സിലായിരുന്നു ആദ്യമായിട്ട് കച്ചേരി എന്നുള്ള അരങ്ങേറ്റം എന്നുള്ളത് നടത്തുന്നത്. 11th 12th സെൻറ് തോമസിലായിരുന്നു. പിന്നീട് CMC വെല്ലൂരിലായിരുന്നു MBBS ചെയ്തത്. അപ്പോൾ അവിടെയും സംഗീതം തീർച്ചയായിട്ടും തുടർന്നു. അവിടെ പോയതിന് ശേഷമാണ് പാശ്ചാത്യ സംഗീതവുമായിട്ട് കൂടുതൽ ഒരു ഇടപഴകൽ ഉണ്ടാകുന്നത്. അതുവരെ സ്കൂളിൽ നമ്മൾ പ്രെയർ സോങ്സ് എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷ് പാട്ടുകൾ പാടുമായിരുന്നു. അതല്ലാതെ പക്ഷെ അത് പാശ്ചാത്യ സംഗീതത്തിൻ്റെ ഒരു സ്വാധീനം എന്നുള്ളത് വെല്ലൂരിൽ പോയിട്ടായിരുന്നു കൂടുതലായിട്ട് ലഭിച്ചു തുടങ്ങിയത്. മേഡം പല പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ കവിതകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഗാനങ്ങൾ രചിച്ചിട്ടുണ്ടോ? അതിനുള്ള അവസരം ലഭിച്ചിട്ടുണ്ടോ? കവിതകൾ എനിക്ക് തോന്നുന്നു പണ്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ അത്രയ്ക്ക് അങ്ങ് ഗൗരവമായിട്ട് അതിനാരും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ പോലും കണ്ടിട്ടില്ലായിരിക്കും. കുട്ടിക്കാലത്ത് ഇംഗ്ലീഷിൽ എഴുതാനായിരുന്നു കൂടുതൽ താല്പര്യം എനിക്ക്. അപ്പോൾ ഇംഗ്ലീഷിലാണ് കുട്ടിക്കാലത്ത് കവിതകൾ എഴുതിയിട്ടുള്ളത്. പാട്ട് 1-2 ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരെണ്ണം നമ്മുടെ കേരളത്തിൽ IAS ഓഫീസർ ആയതിനു ശേഷമായിരുന്നു. നമ്മുടെ കോട്ടയത്തുണ്ടായിരുന്നപ്പോൾ ഇലക്ഷന് വേണ്ടിയിട്ടുള്ളൊരു ഗാനം അത് എഴുതി പാടിയത് ഞാനായിരുന്നു. നമ്മുടെ സ്വീപ്പ് എന്ന് പറയുന്ന ഒരു വോട്ടർ അവയർനെസ് ക്രിയേഷന് വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അവരുടെ ഒരു സ്റ്റുഡൻസ് ടീം ഉണ്ടായിരുന്നു. അവരോടൊപ്പം ഞാനും കൂടെ ഒന്ന് കൂടി അങ്ങനെ ആ പാട്ട് എനിക്ക് തോന്നുന്നു നല്ല രീതിയിലുള്ളൊരു ഫീഡ്ബാക്ക് അതിന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. ഔദ്യോഗികമായിട്ട് ചെയ്തൊരു കാര്യമായിരുന്നു. ഔദ്യോഗിക വൃത്തിയുടെ ഒരു ഭാഗമായിട്ട് ചെയ്തതായിരുന്നു. അതല്ലാതെ അതിന് മുൻപ് 1-2 പാട്ടുകൾ ഈ പറഞ്ഞ പോലെ എഴുതിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഞാൻ തന്നെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പുറത്ത് വന്നിട്ടുള്ളത് ഈ ഒരു പാട്ടാണ്. അതുപോലെ ഇപ്പം പറയല്ലോ കൊച്ചു പോയംസ് ഇംഗ്ലീഷിൽ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൊക്കാബുലറി മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ഒരുപോലെ മേഡത്തിന് പ്രാവീണ്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഭാഷാ ശൈലി സംഗീതത്തിനും ആവശ്യമാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഭാഷാ ശൈലി മേഡം എങ്ങനെയാണ് സ്വായത്തമാക്കിയതെന്നുണ്ടെന്ന് പറയാമോ? ഭാഷയെ സ്നേഹിച്ചു തുടങ്ങുന്നതിൽ സംഗീതത്തിനും ഒരു പങ്കുണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല ശരിക്കും. കാരണം ആദ്യം എന്താ പറയുക, പിച്ച വെച്ച് നടക്കുന്ന ആ ഒരു പ്രായത്തിൽ സംഗീത ക്ലാസ്സുകളിലേക്ക് പോയി തുടങ്ങിയ ഒരു കുട്ടി എന്നുള്ള നിലയിൽ നമ്മൾ ആദ്യം ഇപ്പോൾ സംഗീതം പഠിക്കുമ്പോൾ അതിൽ ചിലപ്പോൾ തമിഴ് ഗാനങ്ങളായിരുന്നു, ചിലപ്പോൾ സംസ്കൃതം ആയിരുന്നു, ചിലപ്പോൾ കന്നഡ ആയിരുന്നു. കർണാട്ടിക് മ്യൂസിക് നമ്മൾ പഠിക്കുക, കർണാടക സംഗീതം പഠിക്കുമ്പോൾ അതിലെ ഭാഷ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഭാഷയല്ലായിരുന്നല്ലോ. അതും ഞാൻ എൻ്റെ കുടുംബം തമിഴ് വംശജരാണെന്നുള്ളത് കൊണ്ട് എൻ്റെ വീട്ടിനകത്ത് ഞങ്ങൾ തമിഴാണ് ശരിക്കും സംസാരിക്കുന്നത്. അതും ഈ പറയുന്ന സംഗീതത്തിലൂടെയാണ് മറ്റ് ഭാഷകളിലേക്കുള്ള ഒരു ആമുഖം ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ. അല്ലാതെ സ്കൂളിൽ പോകുമ്പോൾ ഇംഗ്ലീഷ് ഉണ്ട്, മലയാളമുണ്ട്, തമിഴുണ്ട്. അപ്പോൾ ഈ 3 ഭാഷകൾ നമ്മുടെ ചുറ്റുമുണ്ട്. എങ്കിലും മറ്റ് ഭാഷകളുടെ ഒരു സാന്നിധ്യം ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് സംഗീതത്തിലൂടെയാണ്. അപ്പോൾ ആദ്യമായി ഹിന്ദിയും സംസ്കൃതവും കന്നഡയും തെലുങ്കും എല്ലാം കേൾക്കുന്നത് അതെല്ലാം ഉരിയാടുന്നതും സംഗീതത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഭാഷകളോടുള്ള ഒരു മമത ആ ചെറിയ പ്രായത്തിൽ വർദ്ധിക്കുവാൻ സംഗീതത്തിന് ഒരു വലിയ പങ്കുണ്ടായിരുന്നു തീർച്ചയായിട്ടും. ഇപ്പം ഓരോ ഘട്ടത്തിലും നമ്മുടെ ചിന്തകളെ പ്രതിഫലിപ്പിക്കുവാനായി എന്തൊക്കെ മാർഗത്തിലൂടെ നമുക്കത് ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ഉപയുക്തമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മനസ്സിലുണ്ടായിട്ടുണ്ട്. അതിന് സംഗീതമാണെങ്കിൽ സംഗീതം, വാക്കുകളാണെങ്കിൽ വാക്കുകൾ, അത് പ്രഭാഷണത്തിലൂടെയാണെങ്കിൽ അങ്ങനെ, എഴുത്തിലൂടെയാണെങ്കിൽ അങ്ങനെ, ചിത്രകലയിലൂടെയാണെങ്കിൽ അങ്ങനെ. പക്ഷേ മനുഷ്യൻ യഥാർത്ഥത്തിൽ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് നമ്മുടെ ചിന്തകളും ആശയങ്ങളും വിനിമയം ചെയ്തുകൊണ്ടാണല്ലോ. അത് ചിലപ്പോൾ മറ്റൊരു വ്യക്തിയുമായിട്ടായിരിക്കും ആ വിനിമയം നമ്മൾ നടത്തുക,
ചിലപ്പോൾ മറ്റൊരു സന്ദർഭവുമായിട്ടായിരിക്കും നമ്മൾ ആ വിനിമയം നടത്തുന്നത്. നമുക്ക് ചുറ്റുമുള്ള ഒരു സന്ദർഭമായിരിക്കും, ഒരു വ്യക്തി അവിടെ ഉണ്ടാകണം എന്നില്ല. ചിലപ്പോൾ പ്രകൃതിയുമായിട്ടായിരിക്കും ആ വിനിമയം നടത്തുന്നത്, ചിലപ്പോൾ നാം വിശ്വസിക്കുന്ന ഒരു പ്രപഞ്ച ശക്തിയുമായിട്ടായിരിക്കും ആ വിനിമയം നടത്തുന്നത്. പക്ഷെ മനുഷ്യൻ എപ്പോഴും, മനുഷ്യൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഒരു വിനിമയത്തിലൂടെയാണ്. ആ വിനിമയത്തിലൂടെയാണ് നമ്മൾ പരിണമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വിനിമയത്തിന് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുമോ അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് വളരുക എന്നുള്ള ഒരാശയം എപ്പോഴും മനസ്സിൽ കടന്നുകൂടിയെന്ന് തോന്നും. അതുകൊണ്ടായിരിക്കാം ഭാഷയോടും ഒരു പ്രത്യേക ശ്രദ്ധയും ആദരവും പുലർത്തണം എന്നുള്ള ഒരു ചിന്ത എപ്പോഴും മനസ്സിൽ കാത്തു സൂക്ഷിക്കാറുണ്ട്. അതുപോലെ ഈ പല കവിതകൾ അല്ലെങ്കിലൊക്കെ വായിച്ചിട്ടുള്ളപ്പോഴോ അല്ലെങ്കിൽ പാട്ടുകൾ കേട്ടപ്പോഴോ മനസ്സിൽ സ്പർശിച്ച ഏതെങ്കിലും ഒരു കവി, അമ്മയുടെ എപ്പോഴും കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതകളൊക്കെ മാരാമണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സ്പർശിച്ച ഏതെങ്കിലും ഒരു കവി അല്ലെങ്കിൽ ഒരു ഗാനരചയിതാവ് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ധാരാളം പേരുണ്ട്. അങ്ങനെ ഒരാളെ മാത്രമായിട്ട് എടുത്തു പറയാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഓരോ പ്രായത്തിൽ, ഓരോ സന്ദർഭത്തിൽ നമ്മൾ വളർന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ചിന്തകളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ അഭിപ്രായങ്ങളും എല്ലാം അതിനോടൊപ്പം പരിണമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു എന്നെ സ്വാധീനിച്ച ധാരാളം സാഹിത്യകാരന്മാരുണ്ടായിട്ടുണ്ട്, ഗാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സംഗീതജ്ഞരുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഗാനമെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഭാഷയ്ക്ക് അതീതമായിട്ടുള്ള ഒരു അനുഭൂതിയാണല്ലോ. അടുത്തിടെ ഉണ്ടായ ഒരു വലിയ സ്വാധീനം എന്ന് പറയുന്നത് എൻ്റെ മകനാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ മൽഹാറിന് സംഗീതം എന്നത് അവന് വാദ്യമാണ്, വാദ്യഘോഷമാണ് അവനെ സംബന്ധിച്ചിടത്തോളം സംഗീതം എന്നുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ പാടിക്കൊടുക്കുകയാണെങ്കിലും മറ്റാരെങ്കിലും പാടുകയാണെങ്കിലും ഒക്കെ പാട്ടവന് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിലും അവന് അതിനെന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് അവൻ ചിന്തിച്ച് എപ്പോഴും അവൻ കൊട്ടാണ് അവൻ്റെ പ്രധാന. അപ്പോൾ പാടുമ്പോൾ കുഞ്ഞ് അവിടെ ഇരുന്ന് താളം കിട്ടുന്ന പോലെ നമ്മൾ പാടിയാലും ഇല്ലെങ്കിലും ഒക്കെ അവന് അവൻ്റെതായ ഒരു വാദ്യഘോഷത്തിൻ്റെ ഒരു ലോകമുണ്ട് ഇപ്പോൾ. അപ്പം എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇതുണ്ട്. ഇപ്പം അവനിൽ മാത്രമുള്ളൊരു അഭിരുചിയായിട്ടോ കഴിവായിട്ടോ അല്ല ഞാനിത് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ചെറിയ പ്രായത്തിൽ ഇതുണ്ടായിരുന്നു കാണണം. അപ്പോൾ നമ്മുടെ അഭിരുചി എവിടെയാണ് എന്നുള്ളത് കണ്ടെത്തിക്കൊണ്ട് അതിനെ നമുക്ക് വളർത്താൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു പക്ഷേ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും, അടുത്ത തലമുറയോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു നീതി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഈ വളർന്നു വരുന്ന സമയത്ത് ധാരാളം സ്വാധീനങ്ങൾ നമുക്കുണ്ടാകും, ധാരാളം അനുഭവങ്ങൾ നമ്മുടെ അഭിരുചികളെ മാറ്റിമറിക്കും. അപ്പോൾ അതൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട് ഈ ചെറിയ പ്രായം മുതൽ. എനിക്ക് ആ പ്രായത്തിൽ ഒരു പക്ഷേ പാട്ടിനോടായിരുന്നു കുറച്ച് കൂടുതൽ ആസക്തി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതിനുശേഷമാണ് ഈ പറഞ്ഞ മറ്റ് കലാരൂപങ്ങളിലേക്ക് അത് പോയത്. പെട്ടെന്ന് മാഡത്തിന് ഇഷ്ടമുള്ളൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ അത് ഏത് മേഖലയിൽ നിന്നും ആവാം, ഒരു 2 വരി ഏതായിരിക്കും പാടുന്നത്? അല്ലെങ്കിൽ അങ്ങനെ ഒരു പാട്ടുണ്ടോ മനസ്സിലെപ്പോഴും കൊണ്ട് നടക്കുന്ന എന്ന് പറയുന്ന ഒരു പാട്ട്? ധാരാളം പാട്ടുകൾ മനസ്സിനെ സ്വാധീനിച്ചിട്ടുള്ള, എന്താ പറയുക, ഭാവങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള സംഗീതം എന്ന് പറയുന്നത് ധാരാളമുണ്ട്. നമ്മൾ കുട്ടിക്കാലത്ത് പഠിക്കുന്ന പാട്ടുകൾ നമുക്ക് പലപ്പോഴും ജീവിതകാലം മൊത്തം നമ്മോടൊപ്പം നിൽക്കുന്ന ഗാനങ്ങളുമുണ്ട് ധാരാളം. ചിലത് ഈ പറയുന്നത് പോലെ നമ്മൾ പുതുതായി ഒരു ഗാനം പഠിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ആവേശം നമുക്ക് തോന്നാറുണ്ട്. എനിക്കൊന്ന് കർണാടക സംഗീതമായിരിക്കും ഏറ്റവും കൂടുതൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഗാനങ്ങൾ എന്ന് പറയുന്നത്. അത് ഒന്ന് കുറച്ചൊന്ന് എന്നെ എന്തെങ്കിലും ഒന്ന് പാടാൻ ഒരു കാലത്തിനതീതമായി വാഴുന്ന ചില ഗാനങ്ങളുണ്ടല്ലോ. അപ്പോൾ എന്നും ലോകത്തിന് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സന്ദേശം നൽകുന്ന ഒരു ഗാനമാണ്. MS സുബ്ബലക്ഷ്മി അമ്മ പാടി പ്രശസ്തമായ UN-ൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അവർ പോയപ്പോൾ പാടിയ ഒരു ഗാനമാണത്. കാഞ്ചി മഠാധിപതി അന്ന് അതിനായിട്ട് എഴുതി രചിച്ച ഒരു ഗാനമായിരുന്നു. മൈത്രീം ഭജത അഖില ഹൃജയത്രേ, മൈത്രീം ഭജത അഖില ഹൃജയത്രേ, ആത്മവദേവ പരാനപി പശ്യത, ആത്മവദേവ പരാനപി പശ്യത, യുദ്ധം ത്യജത സ്പർധാ
त्यजत युद्धं त्यजत स्पर्धां त्यजत त्यजत परेष्वक्रममाक्रमणं त्यजत परेष्वक्रममाक्रमणं मैत्रीं भजत अखिलहृजयित्रीं मैत्रीं भजत अखिलहृजयित्रीं जननी पृथ्वी कामदुःखार्थे जननी पृथ्वी कामदुःखार्थे जनको देवः सकलदयालु जनको देवः सकलदयालु दाम्यतदत्त दयत्वं जनत दाम्यत दत्त दयत्वं जनत श्रेयो भूया सकलजनानां श्रेयो भूया सकलजनानां श्रेयो भूया सकलजनानां श्रेयो भूया सकलजनानां श्रेयो भूया सकलजनानां. ക്രൈസ്തവ ഗാനമേഖലയിലേക്ക് വരുമ്പോൾ വെല്ലൂരിൽ പഠിച്ചപ്പോൾ എപ്പോഴെങ്കിലും മിക്കവാറും ഗാനങ്ങളെല്ലാം തന്നെ ക്രൈസ്തവ ഗാനങ്ങളെല്ലാം തന്നെ പലരുടെയും അനുഭവങ്ങളിലൂടെയൊക്കെയും എഴുതിയിട്ടുള്ളതാണ്. അങ്ങനെ ഏതെങ്കിലും ഗാനം മേഡം ശ്രദ്ധിക്കാൻ ഇടയായിട്ടുണ്ടോ? ചെറുപ്പകാലം മുതൽ തന്നെ സ്കൂളിൽ ഉള്ള ഒരു ക്രിസ്തീയ ഗാനങ്ങൾ പാടി ശീലിച്ച ഒരു ശബ്ദമാണല്ലോ. അപ്പോൾ എന്നും സ്കൂളിൽ അസംബ്ലിയിൽ പാടുമായിരുന്നു. അതല്ലാതെയും ഗാനങ്ങൾ കേൾക്കുമായിരുന്നു. ഇംഗ്ലീഷ് ഗാനങ്ങൾ കേൾക്കുമ്പോൾ അത് പാശ്ചാത്യ സംഗീതവും അതിനോടൊപ്പം ക്രൈസ്തവ ഗാനങ്ങളും മറ്റെല്ലാ മതങ്ങളിലുള്ള അങ്ങനെ എന്താ പറയുക ആധ്യാത്മിക രംഗത്തുള്ള ഒരു സബരിയയിൽ തീർച്ചയായിട്ടും സംഗീതത്തിനൊരു വീണ്ടും ഒരു വലിയ പങ്കുണ്ടായിരുന്നു. ഭക്തിഗാനങ്ങൾ എന്നുള്ള ഒരു ശാഖയിലേക്ക് ധാരാളം സമയം ചിലവഴിച്ചിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ വെല്ലൂർ പോയപ്പോഴും അവിടെയും കൊയറിൽ അംഗമായിരുന്നു. അങ്ങനെ ക്രിസ്മസ് കാരൽ സംഘങ്ങളിൽ അംഗമായിരുന്നു. അങ്ങനെ ക്രൈസ്തവ ഗാനങ്ങൾ തീർച്ചയായിട്ടും പാടാറുണ്ട്, ഇപ്പോഴും പാടാറുണ്ട് ഇടയ്ക്കൊക്കെ. പല കാലഘട്ടങ്ങളിലും സംഗീതം സമൂഹത്തോട് സംസാരിച്ചിരുന്നു. അപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യ സമരം നോക്കിയാലും അല്ലെങ്കിൽ ഇപ്പോഴും അപ്പോൾ ആ ഒരു സന്ദേശം ഗാനങ്ങളിലൂടെ കൊടുക്കുന്നതിന് മേഡത്തിൻ്റെ അഭിപ്രായം എന്താണ്? ഇപ്പോഴത്തെ കാലത്ത് അത് എത്രമാത്രം അതിന് പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ അതിനോടുള്ള മേഡത്തിൻ്റെ അഭിപ്രായം എന്താണ്? സംഗീതം എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മളൊരു സന്ദേശം നൽകിയാൽ മാത്രമേ സംഗീതത്തിലൂടെ വിനിമയം നടത്താൻ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. സംഗീതത്തിൻ്റെ അർത്ഥം എന്താണെങ്കിലും അതിലെ വാക്കുകൾ എന്താണെങ്കിലും അതിലുപരിയായിട്ടുള്ള ഒരു വിനിമയം സംഗീതത്തിലൂടെ യഥാർത്ഥത്തിൽ നടക്കുകയാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയതയിൽ ഉണ്ടാക്കുന്ന ഒരു തെളിച്ചമുണ്ട് സംഗീതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ എല്ലാ മതങ്ങളിലും ഭക്തിമാർഗത്തിൽ സംഗീതത്തിന് ഒരു വലിയ പങ്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആത്മീയതയിൽ, നമ്മുടെ സ്വന്തം തിരിച്ചറിവിൽ, നമ്മുടെ സ്വത്വം എന്താണെന്ന് നാം മനസ്സിലാക്കുന്നതിൽ സംഗീതം ശരിക്കും അതിനെ ക്ലാരിഫൈ ചെയ്യുക എന്ന് പറയത്തില്ലേ, ഈ നമ്മളെ വെണ്ണയിൽ നിന്നും നെയ്യ് എടുക്കുമ്പോൾ ക്ലാരിഫിക്കേഷൻ എന്നുള്ള ഒരു പ്രക്രിയയാണല്ലോ പറയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ സംഗീതം നമ്മുടെ ഉള്ളിൽ ചെയ്യുന്നത് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. നമുക്ക് വിനിമയം നടത്തുവാൻ മാത്രമല്ല, സംഗീതത്തിലൂടെ യഥാർത്ഥത്തിൽ ഒരു വിമോചനം നമുക്ക് ലഭിക്കുന്ന അനുഭൂതി ചിലപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും അതുണ്ടായി എന്ന് ഞാൻ അവകാശപ്പെടില്ല, പക്ഷെ തീർച്ചയായിട്ടും ആ അനുഭൂതി ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഏതൊരു കലാരൂപമായാലും അത് അവതരിപ്പിക്കുമ്പോൾ ശരിക്കും നമ്മളിപ്പോൾ അഭിനയിക്കുകയാണെങ്കിൽ മറ്റൊരു വ്യക്തിയായിട്ട് മാറുകയാണല്ലോ, മറ്റൊരു കഥാപാത്രമായിട്ട് മാറുകയാണ്. ആ സമയത്ത് ഒരു ഗാനം ആലപിക്കുമ്പോൾ ഞാൻ എന്നുള്ള
ഒരു വ്യക്തി അല്ലെങ്കിൽ ആമുഖത്തിൽ പറഞ്ഞ ഇത്രയും വിശേഷണങ്ങളുള്ള ഒരു വ്യക്തി അല്ല ഞാൻ പാട്ട് പാടുന്ന വെറും ഒരു പാട്ടുകാരി, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ വെറും ഒരു ഇപ്പം പാടുന്ന എന്നുള്ളതിലുപരിയായിട്ട് ഞാൻ ശരിക്കും ഓരോ തവണ ഇപ്പം പാട്ട് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമ്മൾ പുതിയൊരു ഗാനം ആലപിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ ടീച്ചറിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഗുരുവിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ സമയത്ത് ഞാനിപ്പോൾ ഡോക്ടറാണെന്നുള്ളതോ IAS ആണെന്നുള്ളതോ അല്ലെങ്കിൽ മറ്റ് എന്തൊക്കെ ഞാൻ ജീവിതത്തിൽ അന്ന് വരെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ശരിക്കും ഒന്നും ഇല്ലാതാവുകയാണല്ലോ. അതിനൊന്നും അവിടെ പ്രസക്തിയില്ല. അവിടെ ഞാൻ നല്ലൊരു വിദ്യാർത്ഥിയാണോ എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ പ്രസക്തമായിട്ടുള്ള ഒരേ ഒരു വസ്തുത. അപ്പോൾ നമ്മൾ ശരിക്കും കലയുടെ ഒരു വലിയ ശ്രേഷ്ഠത എന്ന് ഞാൻ കരുതുന്നത് അതാണ്. നമ്മളെ ഓരോ നിമിഷവും യഥാർത്ഥത്തിൽ ഒരു വിദ്യാർത്ഥിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എവിടേക്ക് നമ്മൾ നിൽക്കുന്നെങ്കിലും നമ്മുടെ അഹന്ത എന്നുള്ളതെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് അതിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിക്കൊണ്ട് തുടച്ചു നീക്കിക്കൊണ്ട് ആ ഗ്രൗണ്ട് സീറോ എന്നുള്ളതിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരും ഓരോ തവണയും. അപ്പോൾ അങ്ങനെ അത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ശരിക്കും ഓരോ തവണയും നമ്മുടെ ഉള്ളിൽ ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ആത്മീയതയിൽ നമ്മുടെ സ്വത്വത്തിൽ നമ്മൾ വീണ്ടും വീണ്ടും നന്മയിലേക്കുള്ള ആ ഒരു പാതയിൽ നമ്മളെ അതിങ്ങനെ തിരിച്ച് വിട്ടുകൊണ്ടേയിരിക്കും, ഇങ്ങനെ തെളിയിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ഉള്ളിൽ പാതകൾ എന്നുള്ളത്. അപ്പം കലയ്ക്ക് യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ഞാൻ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു മേന്മ എന്നുള്ളത് അതാണ്. അപ്പോൾ അത് സംഗീതത്തിന് തീർച്ചയായിട്ടും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു പാട്ട് കേൾക്കുമ്പോൾ ആദ്യമായി മനസ്സിലേക്ക് നമുക്ക് നമ്മളിന്ന് തൊടുന്നതായി തോന്നിക്കുന്നത് അതിൻ്റെ വരികളാണോ അതോ അതിൻ്റെ കൊടുത്തിരിക്കുന്ന ഈണമാണോ? ഇത് ചിക്കൻ ഓർ എഗ് ചോദ്യമാണ്. അതെ. പക്ഷെ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു കുട്ടികളുടെ ഒരു ക്യാമ്പ് എന്തോ സമ്മർ ക്യാമ്പ് എന്തോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ബിച്ചു തിരുമല സാറ് ഞങ്ങൾക്ക് അതിഥിയായിട്ട് വന്നിരുന്ന ഒരു ദിവസമായിരുന്നു. അപ്പോൾ കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് സാറിനോട് ചോദിച്ച ചോദ്യം ഈ ചോദ്യമായിരുന്നു. ഒരു പക്ഷേ ആ ഒരു പ്രായത്തിൽ ഈ വാക്കുകളുടെ ഒരു പ്രാധാന്യം മനസ്സിലാക്കുവാനുള്ളൊരു പ്രായമായിട്ടില്ലായിരുന്നു എനിക്കെന്ന് തോന്നുന്നു. അതായത് ഈണമാണ് കൂടുതൽ ആ പ്രായത്തിൽ എന്നെ ആകർഷിച്ചിരുന്നത്. അപ്പം അതുകൊണ്ടായിരുന്നു ആ ചോദ്യം അദ്ദേഹത്തിനോട് ചോദിച്ചത്. അതിനോടൊപ്പം ഞാൻ ചോദിച്ചിരുന്നത് സിനിമയിൽ ഗാനങ്ങൾ രചിക്കുമ്പോൾ ആദ്യം ഈ പറയുന്ന കവിതയായിട്ട് ഈ ഗാനങ്ങൾ രചിച്ചതിന് ശേഷമാണോ അതിന് സംഗീതം നൽകുന്നത്, അതോ സംഗീതത്തിന്റെ ട്യൂൺ താങ്കൾക്ക് നൽകിയിട്ട് താങ്കൾ അതിന് വാക്കുകൾ എഴുതുകയാണോ ചെയ്യുന്നത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ആ ഒരു സംവാദത്തിലൂടെയും അതുപോലെ ധാരാളം അനുഭവങ്ങളിലൂടെയും ഒക്കെ ആയിരിക്കും സംഗീതത്തിന്റെ ആത്മാവ് എന്നുള്ളത് അതിൻ്റെ വാക്കുകളിലും ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കേൾക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ഗാനങ്ങൾ ഇപ്പോൾ പാശ്ചാത്യ സംഗീതമായിരിക്കാം അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ്റെ സംഗീതമായിരിക്കാം, അതൊക്കെ കേൾക്കുമ്പോൾ എല്ലാത്തിൻ്റെയും അർത്ഥം എന്താണ്, വാക്കുകളുടെ അർത്ഥം എന്താണ്, പൊരുൾ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള ഗാനങ്ങളും അതീവ ഹൃദ്യമായി അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് രണ്ടും സമ്മിശ്രമായി ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്കുള്ള ഏതോ ഒരു പാതയിലൂടെയാണ് യഥാർത്ഥ സംഗീത ആസ്വാദകൻ ചലിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്ന ഒരു ഭാഷയിലൊരു ഗാനം കേൾക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ വരികളായിരിക്കും നമുക്ക് ഏറ്റവും അധികം ആകർഷണീയമായി തോന്നുന്നത്. ഇപ്പോൾ ഈ ഇടയ്ക്കൊരു ഗാനം സമൂഹ മാധ്യമങ്ങളിലൂടെ കേട്ടിട്ടുണ്ടായിരുന്നു, പണ്ടങ്ങാണ്ടൊരു നാടുണ്ടായിരുന്നു എന്നുള്ള ഒരു ഗാനം. അപ്പോൾ അത് ഈ പറയുന്ന പോലെ അതിൻ്റെ വാക്കുകൾ എന്ന് പറയുന്നത് വളരെയധികം കാലിക പ്രസക്തിയുള്ള വാക്കുകളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ വാക്കുകൾ കാരണമാണ് ഒരു പക്ഷേ ആ ഗാനം ഞാൻ മുഴുവനായിട്ട് കേൾക്കാൻ തുടങ്ങിയത് എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അതിനൊറ്റ ഉത്തരമായിട്ട് പറയാൻ സാധിക്കില്ല, പക്ഷെ പല സന്ദർഭങ്ങളിൽ പലതായിട്ടായിരിക്കും തോന്നുന്നു. സംഗീത ദിനമായിട്ട് നമ്മൾ ആചരിക്കുമ്പോൾ സംഗീതത്തെ സ്നേഹിക്കുന്നവരോട് മേഡത്തിന് പറയാനുള്ള സന്ദേശം എന്താണ്? സംഗീതം എന്നുള്ളത് നമ്മൾ ഗാനങ്ങൾ ആലപിച്ചാലും ഇല്ലെങ്കിലും, പാട്ട് കേട്ടാലും ഇല്ലെങ്കിലും, വാദ്യഘോഷം മുഴക്കിയാലും ഇല്ലെങ്കിലും ഒക്കെ നമുക്ക് ചുറ്റുമുള്ള ഓരോ ശ്വാസത്തിലും നിശ്വാസത്തിലുമുള്ള ഒരു പ്രപഞ്ച സത്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സംഗീതത്തിൻ്റെ ഒരു അംശമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് ഒപ്പിയെടുക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരം പാഴാക്കാതിരിക്കുക എന്ന് മാത്രമാണ് ഈ ലോക സംഗീത ദിനത്തിൽ എനിക്ക് ഏവരോടും പറയുവാനുള്ളത്. സംഗീതത്തിലൂടെ നമുക്ക്
നന്മയുടെ ഈണം ഈ ലോകത്തിൽ പരത്തുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഔദ്യോഗികമായി വളരെയധികം തിരക്കുകളുള്ളപ്പോഴും സംഗീതത്തോടുള്ള സ്നേഹമാണ് ദിവ്യ മേഡത്തിനെ നമ്മുടെ അടുക്കൽ എത്തിച്ചത്. തുടർന്നുള്ള നാളുകളിലും എല്ലാ കർമ്മമണ്ഡലങ്ങളിലും അധികമായി ശോഭിക്കുവാൻ വലിയവനായ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.